സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. ഡൽഹിയിലെ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെയും മനീഷ് സിസോദിയുടെയും പേരിലുള്ള കേസ് പ്രത്യേക CBI കോടതി ഒഴിവാക്കിയത് BJPക്ക് അത്ര പിടിച്ചിട്ടില്ല. നിയമത്തിൻ്റെ പോക്ക് ശരിയല്ലെന്നാണ് അവരുടെ ആരോപണം. കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കേസായിരുന്നു BJPയുടെ പ്രചാരണായുധം. അതേസമയം 598 പേജുള്ള വിധിന്യായത്തിൽ സ്പെഷ്യൽ കോടതി ജഡ്ജി ജിതേന്ദ്ര സിംഗും നിയമത്തിൻ്റെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും 2 തവണ. നിയമപരമായി സ്വീകരിക്കാവുന്ന ഒരു വസ്തുതയുമില്ലാതെ പ്രതികളെ വിചാരണയ്ക്ക് വിധേയമാക്കുന്നത് നിയമത്തിൻ്റെ പോക്ക് ശരിയല്ല എന്ന സൂചന നൽകുമെന്നായിരുന്നു പ്രതികളുടെ പേരുള്ള കേസ് റദ്ദാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. നിയമപരമായ രാഷ്ട്രീയ പ്രവർത്തനവും ക്രിമിനൽ സ്വഭാവവും തമ്മിൽ വേർതിരിച്ചു മനസ്സിലാക്കുന്നതിൽ പ്രോസിക്യൂഷൻ ഭാഗം പരാജയപ്പെട്ടതായും അദ്ദേഹം വിലയിരുത്തി. അത്തരമൊരവസ്ഥയിൽ വിചാരണ നടപടികൾ തുടരുന്നതും കേസിന്റെ പോക്കിനെ കുറിച്ച് മോശമായ സൂചന നൽകുമെന്നും വിധിന്യായത്തിൽ അദ്ദേഹം എഴുതി. സുതാര്യമായ അന്വേഷണം ഒരു വ്യക്തിയുടെ മൗലികാവകാശമാണെന്ന ഓർമ്മപ്പെടുത്തലും കോടതി വിധിയിൽ പ്രസ്താവിച്ചു. ഒരു മാപ്പുസാക്ഷിയുടെ മൊഴിയുടെ ബലത്തിൽ മാത്രം ഇത്തരം ഒരു കേസുണ്ടാക്കിയ CBIയെ ജഡ്ജി വിമർശിച്ചു. മാപ്പുസാക്ഷിയുടെ മൊഴി വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന നിയമസങ്കല്പത്തെ പാടെ അവഗണിച്ച അന്വേഷണ ഏജൻസി വിവിധ തവണ ഇയാളുടെ മൊഴിയെടുത്തു. അതും കേസിന്റെ സപ്ലിമെന്ററി ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്ന സമയം വരെയുള്ള 1.5 വർഷത്തിനിടയിൽ പല തവണ. ഇതെന്തിനായിരുന്നു എന്ന് വിശദീകരിക്കാൻ CBIക്ക് സാധിച്ചില്ല. അസാധാരണ സാഹചര്യത്തിൽ മാപ്പ് നൽകപ്പെട്ട ഒരു മാപ്പുസാക്ഷിക്ക് തൻ്റെ മൊഴിയിൽ തിരുത്തലുകൾ വരുത്താനും വിശദമാക്കാനും കൃത്യമാക്കാനും ഒക്കെ അവസരം കൊടുത്തതിനെ കോടതി വിമർശിക്കുകയും ചെയ്തു. അതൊന്നും സ്വാഭാവികമായ ഒന്നായി കോടതി കണ്ടില്ല. സൗത്ത് ഗ്രൂപ്പ് എന്ന് ചാർജ് ഷീറ്റിൽ നിരന്തരം ആവർത്തിക്കപ്പെട്ടതിനെയും കോടതി ശക്തമായി വിമർശിച്ചു. പ്രതികളിൽ ചിലരെ അവരുടെ താമസ സ്ഥലവുമായി ബന്ധിപ്പിച്ച് പരാമർശിക്കുന്നത് മോശം കീഴ്വഴക്കമാണെന്നും ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. തെളിവുകൾക്ക് പ്രാധാന്യം നൽകാതെ ആളുകൾ ഇത്തരത്തിൽ മുദ്ര കുത്തി കുറ്റവാളികളാക്കാനുള്ള ശ്രമം ഒരു അന്വേഷണ ഏജൻസിക്ക് ചേർന്നതല്ല. കോടതി നടപടികളെയും നിയമ നടത്തിപ്പിനെയും ഇത് മോശമായി ബാധിക്കും, അദ്ദേഹം വിധിന്യായത്തിൽ പ്രസ്താവിച്ചു. ഇത്തരത്തിലുള്ള കൃത്യമായ നിലപാടുകളോടെയും പ്രഖ്യാപനങ്ങളോടെയും പ്രതികളെ വെറുതെ വിട്ടിട്ടും BJPക്ക്, പ്രത്യേകിച്ച് അവരുടെ ദേശീയ IT വിഭാഗത്തിന്റെ ചാർജുള്ള അമിത് മാളവ്യക്ക് ദേഷ്യം തീരുന്നില്ല. ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ ഈ കേസിൽ കെജ്രിവാളിനും മനീഷ് സിസോദിയക്കുമെതിരായ പലതും പറഞ്ഞിട്ടുണ്ട് എന്നിരിക്കെ ഒരു കീഴ്ക്കോടതിക്ക് ഇവരെ വിട്ടയക്കാൻ കഴിയുന്നത് എങ്ങനെയെന്നാണ് ഇദ്ദേഹത്തിന്റെ അത്ഭുതം. നിയമ പോരാട്ടം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫോണുകളും സിം കാർഡുകളും നശിപ്പിക്കപ്പെട്ടത് എന്തിനായിരുന്നു? കമ്മീഷൻ കൂട്ടിയപ്പോഴും കച്ചവടക്കാരുടെ എണ്ണം കുറച്ചത് എന്തിനായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാളവ്യ. കെജ്രിവാളും കൂട്ടരുമാണ് ഈ തെളിവുകളൊക്കെ നശിപ്പിച്ചതെന്നാണ് BJPയുടെ ഡൽഹി പ്രസിഡന്റ് വീരേന്ദ്ര സച്ദേവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തെളിവുകൾ ഇല്ലാതായത്രേ. അരവിന്ദ് കെജ്രിവാളിനും സിസോദിയക്കുമൊപ്പം 21 പേരെയും കോടതി കേസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഡൽഹിയിലെ ഭരണകക്ഷിയായ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എല്ലാ കേസുകളിലെയും പോലെ ഒരു മാപ്പുസാക്ഷി ഉണ്ടാക്കി കേസ് നിലനിർത്താനുള്ള നീക്കമാണ് ജഡ്ജി ജിതേന്ദ്ര സിംഗ് ഇല്ലാതാക്കി കളഞ്ഞത്. എന്തായാലും നിലവിൽ കോടതി വിധിക്കെതിരെ CBI അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട്. 2017 ഇന്ത്യൻ പാരമ്പര്യം മാറ്റിക്കുറിച്ച് ഇസ്രായേൽ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയ ശേഷം ഇപ്പോഴിതാ വീണ്ടും അദ്ദേഹം ഇസ്രായേലിലെത്തി നെതന്യാഹുവിനെ വാരിപ്പുണർന്നിരിക്കുന്നു. നെതന്യാഹുവിന്റെ ഭാര്യ കാവി നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ടത് ഈ സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നതായി സോഷ്യൽ മീഡിയയിൽ ആരാധകർ ആവേശം കൊള്ളുന്നുണ്ട്. മോദിയുടെ സന്ദർശനത്തോടെ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് കുട്ടികളെ ഗസയിൽ കൊന്നൊടുക്കിയ കൈകൾ കൊണ്ട് അന്താരാഷ്ട്ര കോടതി കുറ്റവാളി എന്ന് വിധിച്ച ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വാരിപ്പുണർന്നിരിക്കുന്നു. ഗുജറാത്തിലെ കുട്ടികളുടെ ചോര മോദിയുടെ കൈകളിൽ നിന്നും മാഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ വാരിപ്പുണരലിനെ വംശീയതയും ഫാഷിസവും തമ്മിലുള്ള ചേർച്ചയായി വിലയിരുത്തുന്നവരുമുണ്ടോ? തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഇസ്രായേലിൽ തൻ്റെ മുഖമൊന്ന് വെളുപ്പിച്ചെടുക്കാൻ നെതന്യാഹുവിനെ ഈ സന്ദർശനം സഹായിച്ചിട്ടുണ്ടാവാം. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനെ വിളിച്ചു സമാധാനിപ്പിച്ച രാജ്യങ്ങളിൽ പ്രധാനിയായ ഇന്ത്യക്ക് ബന്ധമൊന്ന് ദൃഢമാക്കാൻ ആഗ്രഹമുണ്ടായിരിക്കാം. 17 കരാറുകളാണ് ഈ സന്ദർശനത്തിനിടയിൽ ഒപ്പുവെച്ചത്. പക്ഷെ മോദി പ്രതീക്ഷിച്ച അയൺ ഡോം സാങ്കേതിക വിദ്യയോ അതിൻ്റെ പിന്തുടർച്ചക്കാരനായ അയൺ ബീം സാങ്കേതിക വിദ്യയോ കൈമാറിയില്ല. അമേരിക്കയുടെ സഹായത്തോടെയാണ് ഇസ്രായേൽ ഇതൊക്കെ വികസിപ്പിക്കുന്നത് എന്നുകൊണ്ട് അവരുടെ സമ്മതമില്ലാതെ ഇവ നൽകാൻ ഇസ്രായേലിന് സാധിക്കുകയുമില്ല. ലോകം മുഴുവൻ യുദ്ധക്കുറ്റവാളി എന്ന് വിളിക്കുന്ന ഒരാളെ ഇന്ത്യൻ പ്രധാനമന്ത്രി വാരിപ്പുണർന്നത് എന്തായാലും ഇന്ത്യൻ പാരമ്പര്യത്തിനും ധാർമ്മികതയ്ക്കും ചേർന്നതായില്ല എന്ന പ്രതിപക്ഷ വിമർശനത്തിൽ കഴമ്പില്ലാതില്ല.
NCERT പാഠപുസ്തകത്തിൽ ജുഡീഷ്യറി അവമതിക്കുന്ന ഭാഗത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച് സുപ്രീം കോടതി. ആ പുസ്തകത്തിന്റെ അച്ചടിച്ചതും ഡിജിറ്റലുമായ എല്ലാ കോപ്പികളും ഉടൻ നശിപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. പ്രസ്തുത വിഷയം ഉൾപ്പെടുന്ന അധ്യായം മാറ്റി എഴുതി അടുത്ത അക്കാദമിക വർഷം പുസ്തകം കൊടുത്തിരിക്കണമെന്നും കോടതി പറഞ്ഞു. ജുഡീഷ്യറിയിൽ അഴിമതിയെക്കുറിച്ചും ജഡ്ജിമാർക്കെതിരായ പരാതി പ്രളയവും കോടതി നടപടികളിലെ സുതാര്യതയില്ലായ്മയും ഒക്കെയായിരുന്നു ഈ പാഠഭാഗത്തിലെ പ്രതിപാദ്യ വിഷയം. 8ാം ക്ലാസ്സിലെ സാമൂഹ്യ പഠനം ടെക്സ്റ്റ് ബുക്കിലാണ് ഈ പാഠം ഉണ്ടായിരുന്നത്. കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണമെന്നാണ് NCERTയുടെ കുറിപ്പ്. ഒരു പാഠപുസ്തകം നിരവധി തലത്തിലുള്ള പരിശോധനകൾക്കും വിശകലനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് പുറത്തിറക്കുന്നത്. അതിൽ പറ്റുന്നത് പിശകല്ല, വ്യക്തമായ താല്പര്യത്തോടെയുള്ള എഴുത്തുകളാണ്, നയമാണ്. അത് കോടതിക്ക് മനസ്സിലായിട്ടുമുണ്ട്. മനഃപൂർവ്വമാണ് ഇതൊക്കെ ചെയ്തത് എന്ന് കോടതി പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് പുസ്തകം തയ്യാറാക്കിയവരുടെ പേര് വിവരം കോടതി ആവശ്യപ്പെട്ടത്. ഈ അധ്യായം തയ്യാറാക്കിയ 2 പേരെ ഇനി ഇത്തരം പണികൾ ഏൽപ്പിക്കില്ലെന്ന സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ വാഗ്ദാനം കേട്ടപ്പോൾ ഇത് വളരെ ചെറിയ നടപടി എന്ന് മാത്രമായിരുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അഭിപ്രായം. ഇന്നത്തെ ഇന്ത്യ സ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.